ലോകകപ്പിന്റെ സെമി ഫൈനലിന്റെ പടിവാതിക്കൽ എത്തി നിൽക്കുന്നു അർജന്റീന ഇംഗ്ലണ്ട് സെമി പോരാട്ടമാണ് ഇനി കാണാൻ പോകുന്നത്. സ്വിറ്റ്സർലൻഡിനെ മറികടന്നാണ് അർജന്റീനയുടെ ഈ കുതിപ്പ്. അർജന്റീന അക്ഷരാർത്ഥത്തിൽ വിറച്ചു, അർജന്റീനയെ വിറപ്പിച്ചു സ്വിറ്റ്സർലൻഡ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അർജന്റീന സെമി ഫൈനലിലേക്ക് നീങ്ങുന്ന സാഹചര്യമാണ്. ചാമ്പ്യന്മാരെ വിറപ്പിച്ചു അക്ഷരാർത്ഥത്തിൽ സ്വിറ്റ്സർലൻഡ്. നിശ്ചിത സമയത്തിന് ശേഷം അധിക സമയത്ത് എക്സ്ട്രാ ടൈമിലെ 2 ഗോളുകളാണ് അർജന്റീന ഇംഗ്ലണ്ടിനെതിരായിട്ടുള്ള സെമി ഫൈനലിനുള്ള അവസരമൊരുക്കുന്നത്. 1-നെതിരെ 3 ഗോളുകൾക്ക് അർജന്റീനയുടെ മുന്നേറ്റം. ഏറ്റവും ഒടുവിൽ അർജന്റീനയ്ക്ക് വേണ്ടി തൊട്ടു മുമ്പ് ഗോൾ സ്കോർ ചെയ്തു ലൗതാരോ മാർട്ടിനസ്. അതിനു മുമ്പ് യൂലിയൻ അവിടെ ഗോൾ സ്കോർ ചെയ്യുന്നു. അങ്ങനെ ലയണൽ മെസ്സിക്ക് ഈ മത്സരത്തിൽ ഗോൾ സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അർജന്റീന ലോകകപ്പിന്റെ സെമി ഫൈനലിൽ ഇംഗ്ലണ്ട് അർജന്റീന സ്വപ്ന ഫൈനലിനുള്ള കളമൊരുക്കി സ്വിറ്റ്സർലൻഡിനെതിരായിട്ടുള്ള മത്സരം. ഒരുപക്ഷെ ഈ മത്സരം ശ്രദ്ധിക്കപ്പെടുക അർജന്റീനയുടെ മോശം കളി കൊണ്ടായിരിക്കാം. കാരണം ഈ ടൂർണമെന്റിൽ ഇത്ര മോശമായി അർജന്റീന നിശ്ചിത സമയം പൂർത്തിയാക്കിയിട്ടില്ല. എക്സ്ട്രാ ടൈമിലെ 2 ഗോളുകൾ അത് അസാധ്യ ഗോളുകളായിരുന്നു, ഗംഭീരമായിരുന്നു എന്നുള്ളത് മാറ്റി നിർത്തുന്നു. അർജന്റീനയുടെ ആദ്യ 90 മിനിറ്റിലെ കളി ഇംഗ്ലണ്ട് ആരാധകർക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. അത്രമാത്രം മോശമായിട്ടാണ് ലയണൽ മെസ്സിയും സംഘവും കളിച്ചത്. മെസ്സിയുടെയും അർജന്റീന ടീം അംഗങ്ങളുടെയും മിസ് പാസുകളുടെ പെരുമഴയായിരുന്നു സ്വിസ് ടീമിന് മുന്നിൽ. മറുവശത്ത് അർജന്റീന ഗോൾ പോസ്റ്റിൽ ഓവർ പ്രതിരോധത്തിന് പോകാതെ, അമിത പ്രതിരോധത്തിലേക്ക് നീങ്ങാതെ തുടർച്ചയായി ആക്രമണം അയച്ചുവിട്ടു സ്വിറ്റ്സർലൻഡ്. എന്നാണെങ്കിലും നമുക്ക് ആരാധകരുടെ പ്രതികരണങ്ങൾ, ആരാധകർ എന്താണ് പറയുന്നത് ഒക്കെ അറിയേണ്ടതുണ്ട്. കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ, കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ, തിരുവനന്തപുരത്ത് നിന്ന് നിതിൻ മോഹൻ, ഇവരെല്ലാവരും തത്സമയം വിവരങ്ങൾ നൽകും. ഡാനി പോളിലേക്ക് പോവുകയാണ്. കൊച്ചിയിൽ കറുകപ്പള്ളിയിൽ ഡാനി ഒരു ഏറ്റവും ഒടുവിൽ അർജന്റീന ആരാധകർക്ക് ശ്വാസം വിടാൻ കഴിഞ്ഞു. ഇങ്ങനെ പിരിമുറുക്കം നൽകണോ ഈ ആരാധകർക്ക് ഈ ടീം? കൊച്ചിയിലുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ആരാധകർക്ക് ആ ഒരു വലിയ പിരിമുറുക്കത്തിന്റെ 90 മിനിറ്റ്, അതിനുശേഷമുള്ള അടുത്ത 30 മിനിറ്റ്, ഇതെല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു ആശ്വാസ പ്രകടനമാണ്, ആഹ്ലാദ പ്രകടനമാണ്. അത് ആഹ്ലാദ പ്രകടനമല്ല, അത് ആശ്വാസ പ്രകടനമാണ് എന്നുള്ളത് തർക്കമില്ല. ലയണൽ മെസ്സിക്ക് വേണ്ടി ആർത്തു വിളിക്കുമ്പോൾ പോലും മെസ്സിയുടെ പ്രകടനം എന്ന് ചോദ്യം ചെയ്യപ്പെടും. ഇനി 10 പേരുമായിട്ടാണ് എക്സ്ട്രാ ടൈമിൽ സ്വിറ്റ്സർലൻഡ് കളിച്ചത് എന്ന് ഓർക്കണം. എംബോളോ അവിടെ ഒരു 2ാം മഞ്ഞക്കാർഡ് കണ്ട് പുറത്തു പോയതോടുകൂടി 10 പേരെ ചുരുങ്ങിയ സ്വിറ്റ്സർലൻഡിന് മുന്നിൽ ഈ സംഘത്തിന് അത്രമാത്രം മികവ് 90 മിനിറ്റിൽ കാണിക്കാൻ കഴിഞ്ഞു. എക്സ്ട്രാ ടൈമിൽ ലയണൽ മെസ്സിയുടെ അർജന്റീന അതിഗംഭീരമായി തന്നെ സ്കോർ ചെയ്തു. കാരണം പിടിച്ചു നിൽക്കാൻ കഴിയുന്നതിന്റെ പരമാവധിയായിരുന്നു സ്വിറ്റ്സർലൻഡ് ടീമിനെ സംബന്ധിച്ച് എക്സ്ട്രാ ടൈമും നിശ്ചിത സമയവും അതിനുശേഷമുള്ള എക്സ്ട്രാ ടൈമും. എന്താണെങ്കിലും ആ പോരാട്ട വീര്യം അത് വലിയ കൈയടി അർഹിക്കുന്നു സ്വിറ്റ്സർലൻഡിന്. ഞാൻ ഡാനിലേക്ക് പോകുന്നു. ഡാനി കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. വലിയ ശബ്ദമാണെന്നറിയാം. ആരാധകരുടെ ഒരു പൊതു വികാരം എന്താണ്? അവർക്ക് ആശ്വാസമായോ? ഡാനിയുടെ ടെലിഫോൺ കട്ടായിട്ട് നോക്കി. ഡാനി, ഞാൻ ഉടനെ തന്നെ വരാം ഡാനിയിലേക്ക്. എന്നാലും അർജന്റീന സ്വിറ്റ്സർലൻഡിനെ മറികടന്നാണ് ഇപ്പോൾ സെമി ഫൈനലിലേക്ക് മുന്നേറിയത്. ഇംഗ്ലണ്ട് അർജന്റീന സെമി ഫൈനൽ പോരാട്ടത്തിന് വേദി ഒരുങ്ങുകയാണ്. ടാക്ടിക്സിലും അല്ലെങ്കിൽ എക്സിക്യൂഷനിലും 2ലും അർജന്റീന ഇന്ന് നിറം മങ്ങി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അർജന്റീനയ്ക്ക് ആശ്വസിക്കാൻ വകയുള്ളത് 2 സ്ട്രൈക്കർമാർ ഇന്ന് സ്കോർ ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടു ലിസാൻഡ്രോ മാർട്ടിനസും റൊമേറോയും ഒക്കെ സ്കോർ ചെയ്യുന്നത്. ലയണൽ മെസ്സിയെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ മുന്നേറ്റത്തിൽ നിന്ന് ഗോളുകൾ പിറന്നു എന്നുള്ളതാണ് അർജന്റീനയ്ക്ക് സെമി ഫൈനലിലേക്ക് എത്തുമ്പോഴുള്ള ആകെയുള്ള മേന്മ, അല്ലെങ്കിൽ അതിൽ നിന്ന് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു പോയിന്റ്. എന്താണെങ്കിലും അർജന്റീന ജയം സ്വന്തമാക്കി. ഇത് കൊച്ചിയിലെ ദൃശ്യങ്ങളാണ്. കോഴിക്കോട് നിന്നും തിരുവനന്തപുരത്തു നിന്നും ഇതുപോലുള്ള സമാനമായിട്ടുള്ള ദൃശ്യങ്ങളാണ് വന്നുകൊണ്ടേയിരിക്കുന്നത്. ആരാധകർ വലിയ സന്തോഷത്തിലാണ്. പ്രത്യേകിച്ചും സെമി ഫൈനലിലേക്ക് അർജന്റീന ഒടുവിൽ കടന്നു കയറി എന്ന് വേണം പറയാൻ. അർജന്റീന സ്വിറ്റ്സർലൻഡ് മത്സരത്തിൽ മത്സരം അവസാന മിനിറ്റുകളിലേക്ക് എത്തിയപ്പോഴാണ് അർജന്റീന ഏറ്റവും ഒടുവിൽ ജയം ഉറപ്പിച്ചത്. മക്കലിസ്റ്റർ 10ാം മിനിറ്റിൽ ആദ്യ ഗോൾ നേടി. എന്നാൽ എൻഡോയിലൂടെ 67ാം മിനിറ്റിൽ സ്വിറ്റ്സർലൻഡ് ഗോൾ മടക്കി സമനിലയാക്കുന്നു. പിന്നീട്
ഒരു പോരാട്ടമാണ് സ്വിറ്റ്സർലൻഡിന്റെ ഭാഗത്തുനിന്ന്. ഒരു തരത്തിലും അർജന്റീനയ്ക്ക് ഗോൾ അനുവദിച്ചില്ല, മറുവശത്ത് അവർ ആക്രമണങ്ങൾക്ക് കുറവ് വരുത്തിയതുമില്ല. അങ്ങനെ മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് ജൂലിയൻ അൽവാരസിന്റെ ഗോളിലാണ് അർജന്റീന ലീഡെടുക്കുന്നത് 2-1. പിന്നീട് ലൗതാരോ മാർട്ടിനസ് ഏറ്റവും ഒടുവിൽ ഇഞ്ചുറി ടൈമിലൂടെ അടുക്കുന്ന സമയത്ത് വീണ്ടും ഗോൾ സ്കോർ ചെയ്ത് അർജന്റീനയ്ക്ക് വ്യക്തമായ ലീഡ് നൽകുന്നു.